രമ്യ ഹരിദാസിനെതിരെ പ്രതിഷേധിക്കുകയാണ് ചേലക്കരയിലെ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ. ഒരു കാരണവശാലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് മത്സരിക്കരുത് എന്നാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് പാലക്കാട്ടെ കോൺഗ്രസുകാർ. വെറുതെ പാട്ടുപാടി നടന്നാൽ വിജയിക്കില്ല എന്ന് പാർട്ടിക്ക് വ്യക്തമായിട്ടുണ്ട്. ആലത്തൂരിലെ തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്തവും ഇപ്പോൾ രമ്യയുടെ തലയിലിട്ട് ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസ് സഖ്യം. കേരളത്തിൽ കോൺഗ്രസിന് നഷ്ടമായ 2 മണ്ഡലങ്ങൾ ഒന്ന് തൃശൂരും ഒന്ന് ആലത്തൂരുമായിരുന്നു. തൃശൂർ BJP കൈയടക്കി. ആലത്തൂർ K രാധാകൃഷ്ണനും 20,111 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി K രാധാകൃഷ്ണൻ ജയിച്ചതോടെ രമ്യയെ കോൺഗ്രസ് കൈവിട്ടിരിക്കുകയാണ്. പരാജയ കാരണത്തെ ചൊല്ലി DCCയും സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരുന്നു. രമ്യ ചേലക്കരയിൽ നിന്നാൽ ഇത്തവണ നിയമസഭയിലേക്ക് ജയിച്ചേക്കാം എന്നൊരു ധാരണ KPCC നേതൃത്വത്തിനുണ്ട്. അത് അനുവദിക്കില്ല എന്നാണ് പാലക്കാട് DCCയുടെ മറ്റൊരു നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ടേക്ക് ഉപതെരഞ്ഞെടുപ്പിനായി ഇറക്കാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ രമ്യയെ തെറിപ്പിക്കാനും അറിയും എന്നാണ് DCCയിലെ ചില വമ്പന്മാർ വീമ്പളക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ മറിച്ച് BJPക്ക് നൽകുന്ന സന്ദർഭവും ഉണ്ടായിരുന്നു. ആലത്തൂരിൽ മത്സരിച്ച് BJP സ്ഥാനാർത്ഥി സരസുവിനും ഇത്തവണ വോട്ട് വിഹിതം കുത്തനെ ഉയർന്നിരുന്നു. 20,111 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി K രാധാകൃഷ്ണൻ ജയിച്ചപ്പോൾ അതേസമയം BJP സ്ഥാനാർത്ഥി സരസുവിന്റെ വോട്ടിംഗ് ശതമാനവും ഉയർന്നിരുന്നു. കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണ് സരസുവിനും അറിഞ്ഞുകൊടുത്ത് നൽകിയത്. അപ്പോൾ അവിടെയും ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ കോൺഗ്രസുകാരെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന്. പറയുന്നതൊന്നും ചെയ്തു പ്രവർത്തിക്കുന്നത് മറ്റൊന്നും. ആലത്തൂരിലെ പരാജയം UDF സ്ഥാനാർത്ഥിയുടെ വീഴ്ച കൊണ്ടാണെന്നാണ് DCC പ്രസിഡന്റ് A തങ്കപ്പന്റെ പ്രതികരണം. DCCയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തെ പിഴവുകളും തോൽവിക്ക് കാരണമായതായും അദ്ദേഹം പറയുന്നു. തന്റെ ഭാഗത്ത് എന്ത് പിഴവുണ്ടായെന്ന് ബോധ്യപ്പെടുത്തിയിട്ടില്ലെന്നും പാർട്ടിക്ക് വേണ്ടിയാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും രമ്യ ഹരിദാസ് ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. പരാജയ കാരണം വിലയിരുത്തും മുൻപേ സ്ഥാനാർത്ഥിയുടെ പിഴവാണെന്ന് കണ്ടെത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് രമ്യയോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ ചോദിക്കുന്നത്. രമ്യ ഹരിദാസ് പരാജയപ്പെട്ടതോടെ അതിന് ഉത്തരവാദികളായവർക്കെതിരെയും ഒപ്പം നിന്ന നേതാക്കൾക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്ന് DCC നേതൃത്വം തുടക്കത്തിൽ പറഞ്ഞെങ്കിലും പിന്നെ അവരതിൽ നിന്നൊക്കെ പിന്മാറുകയായിരുന്നു. കൃത്യമായ സംഘടനാ പ്രവർത്തനം ഉണ്ടായിട്ടും സ്ഥാനാർത്ഥിയുടെ നിസ്സഹകരണമാണ് മണ്ഡലം നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന വിലയിരുത്തലിലാണ് DCC നേതൃത്വം.